ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഗംഗാധരൻ സുനന്ദയോട് ചോദിക്കുന്നു, സ്വന്തം വീട്ടുകാരെ എങ്ങനെ ഒറ്റി കൊടുക്കുന്നത് എന്തിനാ? അപ്പൊ സുനന്ദ പറയുകയാണ്, ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. ആ വീട് ഭാസ്കര മാമയ്ക്കുള്ളതാണെന്നല്ലേ മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും അത് കൈക്കലാക്കാൻ വേണ്ടി കേസും വഴക്കുമായി നടക്കുകയല്ലേ നിങ്ങള്? എടുത്ത് ചോദിക്കുന്നു, ഇത്രയും നാളും ആ കുടിയൻ കുടിച്ച് നശിപ്പിച്ചതൊന്നും പോരെ, ഇനി ആ വീടും കൂടി വിറ്റ് കുടിച്ച് നശിപ്പിക്കണം. കേസും വഴക്കും ഒക്കെ ഞങ്ങളുടെ പ്രശ്നം, അത് ഞങ്ങൾ നോക്കിക്കോളാം. നിനക്കിപ്പം കൊള്ളാവുന്ന ഒരു ജീവിതം കിട്ടിയല്ലോ, അത് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കിയാ മതി, കേട്ടല്ലോ. ഇതുപോലെയുള്ള ഭാരിച്ച കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട. ഇനി ആ സുഭാഷിന്റെയോ അവന്റെ കുടുംബത്തിന്റെ കാര്യത്തിലോ ഇടപെട്ടാലുണ്ടല്ലോ. അപ്പൊ സുനന്ദ പറയുന്നു, ഞാൻ കല്യാണം കഴിഞ്ഞ മറ്റൊരാളുമായി ജീവിക്കുകയാണെന്നുള്ള കാര്യം എന്നേക്കാൾ നന്നായി അറിയുന്നത് സുഭാഷേട്ടനാ. അതുകൊണ്ട് ആ വീട്ടിൽ ഞാൻ പോയാലോ, അവിടുത്തെ കാര്യങ്ങൾ ഇടപെട്ടാലോ അമ്മ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഫോൺ ചെയ്താൽ പോലും സുഭാഷേട്ടൻ എടുക്കാറില്ല. ലളിത ചോദിക്കുന്നു, നീ എന്തിനാടി അവനെ ഫോൺ ചെയ്യുന്നേ? അപ്പൊ സുനന്ദ പറയുകയാണ്, അതിലെന്താ തെറ്റ്, അവരെനിക്ക് അന്യരൊന്നും അല്ലല്ലോ. ഇത് കേട്ട് ഗംഗാധരൻ പറയുകയാണ്, ലളിത ഇവള് ശരിയല്ല. ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്ന് ഇവള് സുഭാഷിനെ വിളിക്കുന്നെന്നോ? അവരറിഞ്ഞാൽ എന്താകും അവസ്ഥ? നീ ഇത് കേട്ടില്ലെന്ന് ലളിത സുനന്ദയുടെ തോളിലടിച്ചിട്ട് പറയുമ്പോൾ സുനന്ദ പറയുകയാണ്, അമ്മേ ആവശ്യമില്ലാതെ എന്നെ തല്ലരുത്, എന്റെ കല്യാണം കഴിഞ്ഞതാ. എന്നെ ചോദ്യം ചെയ്യാനുള്ള അവകാശം എന്റെ ഭർത്താവിന് മാത്രമേ ഉള്ളൂ. ലളിത ചോദിക്കുകയാണ്, അവിടെ താമസിച്ചോണ്ട് നീ എന്തിനാടി സുഭാഷിനെ വിളിച്ചേ? ഇതൊക്കെ അശ്വിൻ കണ്ടാൽ നിന്നെ സംശയിക്കില്ലേ? അപ്പൊ സുനന്ദ പറയുകയാണ്, എല്ലാവരും അമ്മയെ പോലെയാണോ ചിന്തിക്കുന്നത്? അശ്വിൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ല. അവിടേക്ക് വന്ന അശ്വിൻ ചോദിക്കുന്നു, എന്തു പറ്റി? എല്ലാവരും നല്ല ടെൻഷനിലാണെന്ന് തോന്നുന്നു. ചിരിച്ചോണ്ട് ഗംഗാധരൻ പറയുന്നു, ഒന്നുമില്ല അശ്വിനെ, ഇരിക്ക്, ചുമ്മാതെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. മോളെ, അശ്വിൻ പുറത്തു പോയിട്ട് വന്നതല്ലേ, കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടു കൊടുക്ക്. ഇത് കിട്ടി ദേഷ്യത്തോടു കൂടി ലളിതയും ഗംഗാധരനെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോവുകയാണ് സുനന്ദ. സുഭാഷ് പറയുന്നു, സുധീഷേ, ഇനി നിധിയെ തനിച്ച് എങ്ങോട്ടും വിടണ്ട. ഓഫീസിലേക്കാണെങ്കിലും ക്ഷേത്രത്തിലേക്കാണെങ്കിലും നമ്മളിൽ ആരെങ്കിലും ഒരാൾ നിധിയുടെ ഒപ്പം വേണം. ഓഫീസിൽ നിന്നും വരാൻ ലേറ്റ് ആയാൽ നമ്മൾ ആരെങ്കിലും പോയി അവിടെ കാത്തു നിന്ന് നിധിയെ കൂട്ടിക്കൊണ്ടുവരണം. തനിച്ചു പോകുന്നത് കൊണ്ടാ ഈ പ്രശ്നങ്ങളെല്ലാം. നികേഷിന് കോളേജ് ഉണ്ടെങ്കിൽ നമ്മൾ മൂന്നുപേരിൽ ആരെങ്കിലും നിധിയെ കൊണ്ടുവരണം. നിധി ഇനിയും തനിച്ചയക്കണ്ട. എന്തിനാ സുഭാഷ് ഏട്ടാന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നതല്ലേ, നാട്ടുകാർ മാറത്തില്ല. വായിൽ വരുന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും. ഇതൊക്കെ നമ്മളെല്ലേ ബാധിക്കുന്നേ. നമ്മൾ പോയി എല്ലാവരോടും സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ശ്രദ്ധിക്കണം. എനിക്ക് മോളുടെ സമാധാനം വളരെ പ്രധാനപ്പെട്ടതാണ്. സുധി ചോദിക്കുന്നു, സുഭാഷേട്ടൻ എന്തായി പറയുന്നത്? ദിവസവും നിധിയുടെ ബോഡി ഗാർഡായി നമ്മളിൽ ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ പ്രശ്നവും മാറുമോ? ഇവരെ എല്ലാവരെയും പേടിച്ച് നമ്മൾ ചെയ്യുന്നത് പോലെ തോന്നും. അപ്പൊ അവര് അതിൽ കൂടുതൽ പറയും. സുഭാഷേട്ടാ, നിധി ആഗ്രഹിച്ചത് എന്താ? തനിച്ച് ഓഫീസിൽ പോണം, തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തനിയെ ചെയ്യണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, ഇതൊക്കെയല്ലേ? അതെല്ലാം നമ്മൾ തന്നെ കൊടുത്തിട്ട് തിരിച്ചു മേടിക്കുന്നത് പോലെയാണല്ലോ. നാട്ടിൽ ഏതോ ഒരുത്തൻ എന്തോ പറഞ്ഞെന്ന് കരുതി നിധിയുടെ ആഗ്രഹങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? സുഭാഷേട്ടാ, നിധി തനിച്ചു പോട്ടെ. അപ്പൊ സുഭാഷ് പറയുകയാണ്, അതല്ല സുധീഷേ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഈ നാട്ടുകാർ ഇങ്ങനെയാണല്ലോ, കുറച്ചു നാളെങ്കിലും നമ്മൾ ആരെങ്കിലും കൂടെ പോയേ പറ്റൂ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, സുഭാഷേട്ടാ, അതാ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. നമ്മളിങ്ങനെ നിധിയുടെ ഒപ്പം പോയാൽ നിധിക്ക് എന്താ തോന്നുക? അവരെ പേടിച്ച് നമ്മൾ കൂടെ പോവുകയാണെന്നല്ലേ? അത് വേണ്ട. നാളെ മുതൽ സാധാരണ പോലെ തന്നെ നിധി തനിച്ചു പോട്ടെ. അവര് പറഞ്ഞതൊന്നും നമ്മളെ ഒരു രീതിയിലും ബാധിച്ചിട്ടില്ലാന്ന് നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കണം. സുഭാഷേട്ടാ, ഇന്ന് നടന്ന പ്രശ്നത്തിൽ തന്നെ അവനൊന്ന് അടങ്ങി കാണും. അത് കഴിഞ്ഞും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നാട്ടുകാരെ ഭയന്ന് നമ്മളെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ അങ്ങനെ മാറുന്നവരാണെന്നറിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളെ മാറ്റിക്കൊണ്ടേയിരിക്കും. സുഭാഷേട്ടാ, നിധി എപ്പോഴത്തെയും പോലെ ഫ്രീ ആയിട്ടിരിക്കട്ടെ. തന്റെ കാര്യങ്ങൾ താൻ തന്നെ ചെയ്യണമെന്നല്ലേ നിധി ആഗ്രഹിച്ചുള്ളൂ. നിധിക്ക് തനിച്ചു പോകുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ നിധി പറയണ, എനിക്ക് ഒരു പ്രശ്നമില്ല സുധീഷേ, എനിക്ക് തനിച്ചു പോകാനാ ആഗ്രഹം. ഇത് കേട്ട് സുധീഷ് പറയണ, അത്രേ ഉള്ളൂ, പിന്നെന്താ, നിധി തനിച്ചു പോട്ടെ. അപ്പൊ സുഭാഷ് പറയണ, ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ. അപ്പൊ ഹരീഷ് പറയണ, സുഭാഷേട്ടാ, സുധീഷേട്ടൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ, ഏട്ടത്തി തനിച്ചു പോട്ടെ. അപ്പൊ നികേഷ് പറയണ, ഇനി അവന്മാരും മേട്ടത്തിയുടെ അടുത്തേക്ക് വരില്ല. ഇന്ന് നടന്നതെല്ലാം ഓർക്കുമ്പോ തന്നെ അവർക്കൊരു പേടി കാണും. തുടർന്ന് വീട്ടിലേക്ക് വന്ന നീതുവിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ചന്ദ്രനും സീതയും അഖിലും. ചന്ദ്രൻ പറയുകയാണ്, നന്നായിട്ടുണ്ട്, നിന്റെ കുടുംബത്തെ തന്നെ നീ ഒറ്റിക്കൊടുക്കുകയായിരുന്നല്ലോ, നീ ഇത്രയ്ക്ക് തരം താണു പോകുന്നത് ഞാൻ വിചാരിച്ചില്ല നീതു. അഖിൽ പറയുകയാണ്, സ്വന്തം കുടുംബത്തോട് ഒട്ടും സ്നേഹമില്ലല്ലോ, നാട്ടുകാരെ മുന്നിൽ വെച്ച് നമ്മളെ നാണം കെടുത്തിയില്ലേ ഇവള്. ഇന്ന് പോലീസ് അവന്മാരെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് സമാധാനം കിട്ടിയേനെ. എല്ലാം നശിപ്പിച്ചത് ഇവളാ. നീതു മനസ്സിൽ പറയുന്നു, നീതു നീ മിണ്ടാതിരിക്കുക, അതാ നല്ലത്. 3 പേരും നല്ല ദേഷ്യത്തിലാ. അമ്മ അടിച്ച അടിയുടെ വേദന ഇതുവരെ പോയിട്ടില്ല. ഇപ്പൊ ഇവന്റെ നിന്നൊന്നും അടി വാങ്ങാനുള്ള ശക്തിയില്ല. സീത അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ട് ചന്ദ്രൻ പറയുകയാണ്, നീ എന്താ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? ബി.പി കൂടും, ഇരിക്ക്. അപ്പൊ സീത പറയുകയാണ്, ബി.പി നന്നായി കൂടട്ടെ, കൂടി നാരമ്പ് പൊട്ടി ചാവട്ടെ. ചന്ദ്രൻ ചോദിക്കുന്നു, നിനക്കെന്താ ഭ്രാന്താണോ? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? സീത പറയുകയാണ്, എടി നിനക്ക് ഞങ്ങൾ ഇവിടെ എന്ത് കുറവുണ്ടാക്കിയിട്ടാ? നിനക്ക് ഇഷ്ടത്തിന് എല്ലാം വാങ്ങിച്ചു തന്നില്ലേ? ഇടാൻ നല്ല ഡ്രസ് ഉണ്ട്, പുറത്തു പോകാൻ സ്കൂട്ടർ, ആ കോളേജിലെ പഠിക്കൂന്ന് പറഞ്ഞു, അതേ കോളേജിൽ തന്നെ നിന്നെ പഠിപ്പിച്ചില്ലേ? നമ്മുടെ കഴിവിനേക്കാൾ കൂടുതൽ ഇവൾക്ക് വേണ്ടി ചെയ്തില്ലേ? ഇനി നിനക്ക് എന്തായിരുന്നു വേണ്ടത്? ഇപ്പൊ നിനക്ക് അവനായോ വലുത്? അവൻ മാത്രമല്ല അവന്റെ കുടുംബക്കാരും. നാട്ടുകാരുടെ
മുന്നിൽ ഞങ്ങളെ നാണം കെടുത്തിയില്ലേ നീ? ഇത്രയൊക്കെ ചെയ്തിട്ട് മിണ്ടാതിരിക്കുന്ന കണ്ടില്ലേ? വരുന്ന വഴിക്ക് ആ അശോകന്റെ ഭാര്യ എന്നോട് ചോദിക്കുക, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത് നിങ്ങളുടെ മകള് ആ വീട്ടിലെ പയ്യനെ പ്രേമിച്ചത് കൊണ്ടല്ലേന്ന്. ഇപ്പൊ പോലും പോലീസിന്റെ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് എതിരായിട്ടല്ലേ നിങ്ങളുടെ മകള് സംസാരിച്ചെന്ന് ചോദിക്കുന്നു. ഞാൻ എന്ത് മറുപടി പറയാനാ? എല്ലാ കഥയും എല്ലാരും അറിഞ്ഞു. ഇനി എല്ലാവരും ഇതിനെ കുറിച്ചായിരിക്കും പറയുക. ആരും സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല. എല്ലാത്തിനും ഇവളാ കാരണം. അങ്ങനെ സീത നീതുവിനെ തല്ലുമ്പോൾ ചന്ദ്രൻ പറയാ, മതി, ഇനി അവളെ തല്ലണ്ട. അപ്പൊ സീത പറയുന്നു, ഇതോടുകൂടി എല്ലാം അവസാനിച്ചു. ഇനി നീ വീടിന് പുറത്തേക്ക് ഇറങ്ങി പോകരുത്. പുറത്തിറങ്ങിയാൽ നിന്റെ കൈയും കാലും തല്ലി ഒടിച്ച് റൂമിലാക്കും. എന്ന് നീ ഞങ്ങൾക്കെതിരായി പോലീസുകാരോട് സംസാരിച്ചോ, അതോടെ എല്ലാം തീർന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയാലല്ലേ നീ അവനെ കാണൂ. കാല് പുറത്തേക്ക് വെച്ചാൽ നിന്റെ കാല് ഞാൻ വെട്ടും. എടാ അഖിലേ, കഥക് പൂട്ടി താക്കോല് നിന്റെ കൈ വെച്ചേക്കണം. ഇവൾ എങ്ങനെ പുറത്തു പോകുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. എഴുന്നേക്ക് മനുഷ്യ. അങ്ങനെ എല്ലാവരും റൂമിൽ നിന്നും ഇറങ്ങി വാതിലടച്ച് പൂട്ടുകയാണ്. നീതു വിഷമത്തോടുകൂടി ഇരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഉറങ്ങാനായി കിടക്കുന്ന സുധീഷ് ഓർക്കുകയാണ് നിധി പോലീസുകാരോട് പറഞ്ഞത്. ഇവൻ ആവശ്യമില്ലാതെ എന്നെ ശല്യം ചെയ്തു. എന്റെ ഹസ്ബൻഡും സഹോദരങ്ങളും അതിനവനെ ചോദ്യം ചെയ്തു തല്ലി. ഹരീഷ് ഓർക്കുന്നു നീതു പറഞ്ഞത്, എന്നെ ആരും ശല്യം ചെയ്തിട്ടില്ല സർ. ദേ നിൽക്കുന്ന ഹരീഷിനെ എനിക്കിഷ്ടാ. ഞാൻ ഹരീഷിനെ പ്രണയിക്കുന്നു. തുടർന്ന് ഹരീഷ് പൊട്ടിച്ചിരിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എടാ എന്തിനാടാ ചിരിക്കുന്നത്? എന്നെ കാണുമ്പോൾ നിനക്ക് ചിരി വരുന്നുണ്ടോ? അപ്പൊ ഹരീഷ് പറയുകയാണ്, ഞാൻ നിന്നെ കണ്ട് ചിരിച്ചല്ല, ഞാൻ വേറൊരു കാര്യം ഓർത്ത് ചിരിച്ചാ. പോടാന്ന് സുധീഷ് പറയുമ്പോൾ സുധീഷിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് ഹരീഷ്. സുധീഷ് ചോദിക്കുന്നു, നിനക്ക് എന്താടാ പറ്റിയത്? നീ ഒരുപാട് മാറിപ്പോയല്ലോ. അപ്പൊ ഹരീഷ് പറയുകയാണ്, എനിക്ക് വലിയ സന്തോഷം. അതെങ്ങനെ കാണിക്കണമെന്നറിയില്ല. എന്ത് സന്തോഷാണെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, നീതു ഇല്ലേ, നീതു സൂപ്പർ ആണല്ലേ. അപ്പൊ സുധീഷ് പറയുന്നു, സൂപ്പർ എന്നൊന്നും പറയാൻ പറ്റില്ല, കൊള്ളാം. ഇത് കേട്ട് ഹരീഷ് പിണക്കത്തോടു കൂടി ഇരിക്കുമ്പോൾ സുധീഷ് പറയണ, പോട്ടടാ, നിനക്ക് അവളെ ഇഷ്ടമല്ലേ, പിന്നെ അവളെ എങ്ങനെയാണെങ്കിൽ എന്താ. അപ്പൊ ഹരീഷ് പറയണ, ഞാൻ അതിനെ കുറിച്ചല്ല പറഞ്ഞത്. നമ്മുടെ വീടിനെ സപ്പോർട്ട് ചെയ്ത് അവള് പോലീസുകാരോട് സംസാരിച്ചത് കേട്ടില്ലേ? അവൾ ഇവിടേക്ക് വന്ന തന്നെ എനിക്ക് അത്ഭുതം തോന്നി. സ്വന്തം കുടുംബത്തെ എതിർത്ത് നമ്മുടെ ഭാഗത്താണ് ന്യായം എന്ന് അവള് പറഞ്ഞത് കേട്ടില്ലേ? അതിന് തന്നെ ഒരു ധൈര്യം വേണമല്ലോ. ഇത് കേട്ട് സുധീഷ് പറയണ, അത് സത്യം, നല്ല ധൈര്യമുള്ള പെൺകുട്ടിയാ, നേരുള്ളവളാ, ആ ക്യാരക്ടർ സൂപ്പറാടാ. അപ്പൊ ഹരീഷ് പറയണ, എനിക്ക് അവളോട് പ്രണയമാണോന്നൊന്നും എനിക്കറിയില്ല. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, എപ്പൊ നോക്കിയാലും നീ എന്താ ഇങ്ങനെ പറയുന്നത്? പ്രണയാണോന്നറിയില്ല, പ്രണയിക്കുന്നുണ്ടോന്നറിയില്ല, ഇതൊക്കെ നിനക്ക് എങ്ങനെ പറയാൻ പറ്റുന്നേ? അവളെയും കൂട്ടി നാട് ചുറ്റുന്നുണ്ട്. ഞാൻ എപ്പോ കടയിൽ വന്നാലും അവള് നിന്റെ കടയിൽ കാണും. നേരം വെളുക്കുന്നത് വരെ ഫോണിൽ സംസാരിക്കും. പക്ഷെ അവന് അവളോട് പ്രേമാണോന്ന് മാത്രം അറിയില്ല. എന്താടാ ഇതെല്ലാം? അപ്പൊ ഹരീഷ് പറയണ, എന്നെ അത് പറയാൻ സമ്മതിക്ക്. എനിക്ക് അവളെ ഇഷ്ടമാ, എനിക്ക് അവളോട് പ്രണയമൊക്കെയാ. പക്ഷെ ഇന്ന് ഇതൊക്കെ നടന്നില്ല ഇവിടെ. അതിനുശേഷം ഞാൻ അവളെ സിൻസിയർ ആയിട്ട് പ്രണയിക്കാൻ തുടങ്ങി. എനിക്കൊരു പ്രശ്നം ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഉടനെ വന്നില്ലേ അവള്. ഇനി ഞാൻ അവക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പൊ സുധീഷ് പറയുന്നു, സൂപ്പർ എടാ ഹരീഷ്, നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാൻ തന്നെ സുഖമുണ്ട്. ശരി, നീതു ഇവിടുന്ന് പോയതിനു ശേഷം വീട്ടിൽ എന്താ നടന്നതെന്ന് നീ ചോദിച്ചോ? നമുക്ക് വേണ്ടി ഇത്രയൊക്കെ സംസാരിച്ചപ്പോൾ അവളെ അവിടെ വീട്ടുകാർ വെറുതെ വിടുമോ? ഹരീഷ് പറയുന്നു, കറക്റ്റാ. പക്ഷെ ആ കുടുംബം റൗഡികളുടെ ഒരു കുടുംബമാ. അവിടെ ചേട്ടന്റെ സ്വഭാവം കണ്ടില്ലേ? നീതുമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണുമെന്നുള്ള ഭയം എന്റെ ഉള്ളിലുണ്ട്. അപ്പൊ സുധീഷ് പറയണ, എങ്കിൽ നിനക്ക് അവളെ ഫോൺ വിളിച്ച് എന്താ ഏതാന്നൊന്ന് അന്വേഷിച്ചൂടെ? അപ്പൊ ഹരീഷ് പറയണ, അവിടെ കയ്യിൽ ഫോണില്ല. എന്നോട് അവൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നത് കൊണ്ട് അവര് ഫോൺ പൊട്ടിച്ചു കളഞ്ഞു. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, ഓ ഇത്രയും വയലൻസ് ഒക്കെ ഉണ്ടായോ? അപ്പൊ ഹരീഷ് ചോദിക്കണ, സുധീഷ് ഏട്ടാ, നമുക്ക് നീതുവിനെ പോയൊന്ന് കണ്ടാലോ? ഈ രാത്രിയിലൊന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, അതെ സുധീഷ് ഏട്ടാ, കാണണമെന്ന് തോന്നുന്നു. ഒന്ന് ആലോചിച്ച് സുധീഷ് പറയുന്നു, ശരി വാ പോകാം. ഈ സമയം ഹരീഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ആരാടാന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, അറിയാത്ത നമ്പറാ. എടുത്ത് സംസാരിക്കുന്ന സുധീഷ് പറയുമ്പോൾ ഹരീഷ് ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ്. നീതു പറയുന്നു, ഹരീഷ് ഞാനാ നീതുവാ. സന്തോഷത്തോടു കൂടി ഹരീഷ് ചോദിക്കുന്നു, നീതു കുഴപ്പമൊന്നുമില്ലല്ലോ? ഇതേതാ ഈ നമ്പർ? സുധീഷ് ചോദിക്കുന്നു, നീതു ആണോ? സംസാരിക്ക്. അപ്പൊ നീതു പറയുകയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇത് എന്റെ അച്ഛന്റെ നമ്പറാ. അച്ഛൻ അറിയാതെ ഞാൻ വിളിച്ചതാ. നീ എന്നെ കുറിച്ച് ആലോചിച്ച് കിടക്കുകയായിരിക്കും എന്ന് എനിക്ക് തോന്നി, അതാ ഞാൻ വിളിച്ചേ. നിനക്ക് ഇവിടെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയണം, പ്രശ്നമാ, വീട്ടില് ബഹളം, ചീത്തവിളി, അടി. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, ഞാൻ സുഖമായിട്ടിരിക്കുക. അത് പറയാൻ വേണ്ടിയാ ഞാൻ നിന്നെ വിളിച്ചേ. അപ്പൊ ഹരീഷ് പറയണ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നെ വിളിക്കണം, എനിക്ക് ഫോൺ ചെയ്ത് നിന്നോടൊന്നും ചോദിക്കാനും പറ്റില്ല. നീതു പറയുന്നു, പ്രശ്നമൊന്നുമില്ല ഹരീഷേ, നീ നന്നായിട്ട് ഉറങ്ങിക്കോ, എനിക്ക് അധികം നേരം സംസാരിക്കാൻ പറ്റില്ല, ഞാൻ വെക്കുവാണേ. ഈ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കരുത്, സമയം കിട്ടുമ്പോൾ ഞാൻ തന്നെ വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് നേരി കാണാം. ശരി വെക്കോ ഹരീഷ്, ബൈ എന്ന് പറഞ്ഞ് നീതു ഫോൺ കട്ട് ചെയ്യുമ്പോൾ നീതു എന്ന് വിളിച്ച ടെൻഷനോട് കൂടി ഇരിക്കുകയാണ് ഹരീഷ്. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, കണ്ടില്ലേ സുധീഷ് ഏട്ടാ, ഞാൻ അവളെ കുറിച്ച് ആലോചിച്ച് ഉറങ്ങാതെ കിടക്കുകയായിരിക്കുമെന്ന് കരുതി റിസ്ക് എടുത്ത് അവളുടെ അച്ഛന്റെ ഫോണിൽ നിന്നും വിളിച്ച് എന്നെ സമാധാനിപ്പിക്കുന്നു. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്റെ മനസ്സിൽ കയറി കൂടി അവള്. ഇപ്പൊ മനസ്സ് നിറഞ്ഞു, എന്റെ മനസ്സ് നിറയെ ഇപ്പൊ നീതു ആണെന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി സുധീഷിനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാനായി കിടക്കുകയാണ് ഹരീഷ്. തുടർന്ന് സുഭാഷ് ഓർക്കുകയാണ്, അഞ്ജലി
എന്ന് വിളിച്ച അഖിലും ഫ്രണ്ട്സും കൂടി നിധിയെ കളിയാക്കിയതും നിധി കരങ്ങിയതുമല്ല. തുടർന്ന് സുധീഷ് നല്ല ഉറക്കത്തിലാണോ എന്ന് നോക്കിയിട്ട് ഹരീഷിനെയും നികേഷിനെയും തട്ടി വിളിക്കുകയാണ് സുഭാഷ്. എന്താ സുഭാഷ് ഏട്ടാന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നേക്ക് എഴുന്നേക്ക് ഹരീഷ് എഴുന്നേക്ക്. അങ്ങനെ അവരെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി സുഭാഷ് പറയുകയാണ് പതിയെ സംസാരിക്കണം, ഇപ്പൊ അങ്ങോട്ട് ഉറങ്ങിയതേ ഉള്ളൂ, എന്തിനാ വിളിച്ചുണർത്തിയെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ് എനിക്ക് നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. എന്താ സുഭാഷ് ഏട്ടാന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ് സുഭാഷ് ഏട്ടാ നല്ല ഉറക്കം വരുന്നു. അപ്പൊ സുഭാഷ് പറയുകയാണ് ഒരു 10 മിനിറ്റ് വെള്ളം വേണോ, ഉറക്കം പോകും. അതൊന്നും വേണ്ട സുഭാഷ് ഏട്ടൻ പറയാൻ നികേഷ് പറയുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് സുഭാഷ് പറയണം നിധിയെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ പോലീസ് വന്നതിനെ കുറിച്ചല്ല സംസാരിച്ചത്, നിധി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അവൻ അവളെ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടായിരുന്നു. അപ്പൊ നികേഷ് പറയണ അതിനുള്ള മറുപടി നമ്മൾ കൊടുത്തില്ലേ, വേറെ എന്ത് ചെയ്യാനാ. ഹരീഷ് ചോദിക്കുന്നു സുഭാഷ് ഏട്ടാ ഞാൻ കാരണം ഈ പ്രശ്നങ്ങളൊന്നും ഓർത്ത് സുഭാഷ് ഏട്ടൻ എന്നോട് ദേഷ്യമുണ്ടോ, ഞാൻ നീതുവിനോട് സംസാരിക്കാതിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. അപ്പൊ സുഭാഷ് പറയണ അങ്ങനെയല്ലടാ, നാട്ടുകാരെ കണ്ടില്ലേ ഒരു നിമിഷം കൊണ്ട് അവരെന്തൊക്കെയാ പറഞ്ഞത്. നിധി എന്നെ സുഭാഷ് ഏട്ടാന്നാ വിളിക്കുന്നത്, സ്വന്തം ആങ്ങളെയായിട്ടാ കാണുന്നത്, നിങ്ങളെ അങ്ങനെ തന്നെയാ കാണുന്നത്. ഇതൊക്കെ നാട്ടുകാർക്ക് അറിയാമോ, വായ വരുന്നതൊക്കെ പറയുകയല്ലേ. ഈ പ്രശ്നം ഇന്ന് അവസാനിച്ചു കാണും, പക്ഷെ നാട്ടുകാരുടെ വായ നമുക്ക് അടയ്ക്കാൻ പറ്റില്ല. വീണ്ടും നിധിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിധിയുടെ മനസ്സ് വേദനിപ്പിക്കില്ലേ അവര്. നമ്മൾ വേണം ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ. നികേഷ് ചോദിക്കണ്ട സുഭാഷ് ഏട്ടൻ എന്തേ പറയുന്നത്, നമ്മൾ എങ്ങനെ നാട്ടുകാരുടെ വായ അടപ്പിക്കും. അപ്പൊ ഹരീഷ് പറയണ്ട സുഭാഷ് ഏട്ടാ ഇതോർത്ത് വിഷമിക്കാതെ, ഇന്നവൻ വാങ്ങിച്ചു കൂട്ടിയ അടിക്ക് വാ തുറക്കില്ല. അപ്പൊ സുഭാഷ് പറയണ അതല്ലടാ ഹരീഷ്, നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇങ്ങനെ ഒരു സംസാരം വന്നു, ഇനി ഇവര് ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മിപ്പിക്കും. നിധി പാവല്ലേ, നമ്മുടെ വീട്ടിൽ നമുക്കൊപ്പം താമസിച്ച് അവൾ എന്തിനിങ്ങനെ കഷ്ടപ്പെടണം. ഇതെല്ലാം തടയാൻ എന്റെ മനസ്സിലൊരു വഴി തോന്നുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ സുധീഷിനെയും നിധിയെ ഇവിടെ ആക്കിയിട്ട് വേറെ എവിടേക്കെങ്കിലും പോയാലോ. നമ്മൾ എങ്ങോട്ടാ പോകുക നികേഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ ഈ വീടിന് കുറച്ചടുത്തായി ഒരു വീട് വാടകയ്ക്ക് എടുക്കാം നമുക്ക്, നിധിയും സുധീഷും ഇവിടെ താമസിക്കട്ടെ, നീയും ഞാനും ഹരീഷും അച്ഛനും കൂടി വാടക വീട്ടിലേക്ക് മാറാം. ഹരീഷ് ചോദിക്കുന്നു സുഭാഷ് ഏട്ടാ അതിനവര് സമ്മതിക്കുവോ. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ് സമ്മതിപ്പിക്കണം, അങ്ങനെ നമ്മൾ മാറിയാൽ സുധീഷ് നിധിയെ നന്നായി നോക്കും, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാം, നമ്മൾ വഴക്കുണ്ടാക്കി പോവുകയൊന്നും അല്ലല്ലോ. നിധിയെ കുറിച്ച് ആരും അനാവശ്യം പറയരുത്, നമ്മൾ കാരണം നിധിക്ക് ഒരു പേരുദോഷം ഉണ്ടാകാൻ പാടില്ല, അതിനുവേണ്ടി ഞാൻ ഈ തീരുമാനം എടുത്തേ. എടാ നികേഷ് നീ വിഷമിക്കണ്ട, നമ്മൾ അവരെ വിട്ട് ഒരുപാട് ദൂരേക്കൊന്നും പോകില്ല, ഇവിടെ അടുത്ത് തന്നെ താമസിക്കാം, നിധി നന്നായിട്ട് ജീവിക്കണമെന്ന് നീയോ ആഗ്രഹിക്കുന്നതല്ലേ. അപ്പൊ നികേഷ് പറയണ സുഭാഷ് ഏട്ടൻ എന്തായി ചോദിക്കുന്നത്, എനിക്ക് ഏട്ടത്തി സന്തോഷമായിട്ട് ജീവിക്കണമെന്നല്ലേ ആഗ്രഹം. അപ്പൊ സുഭാഷ് പറയണ അപ്പൊ നമ്മൾ ഇത് ചെയ്തേ പറ്റൂ. ഇത് കേട്ട് കണ്ടു തുറന്ന് എഴുന്നേറ്റിരുന്ന് അവരെ നോക്കുകയാണ് സുധീഷ്. സുഭാഷ് ഞെട്ടി സുധീഷിനെ നോക്കുമ്പോൾ ടെൻഷനോടുകൂടി ഇരിക്കുകയാണ് ഹരീഷും നികേഷും. സുഭാഷ് ചോദിക്കുന്നു എടാ നീ ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നോ. അപ്പൊ സുധീഷ് ചോദിക്കാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേട്ട് ഞാനങ്ങനെ ഉറങ്ങാനാ, നിങ്ങൾ മൂന്നുപേരും കൂടി ആലോചിച്ച് നല്ലൊരു ഐഡിയ കണ്ടെത്തിയല്ലോ, സൂപ്പർ ഫാന്റാസ്റ്റിക് ഐഡിയ. ഹരീഷ് ചോദിക്കുന്നു ഉറങ്ങാതെ ഞങ്ങൾ സംസാരിക്കുന്നത് കേട്ടോണ്ട് കിടക്കുകയായിരുന്നല്ലേ. അപ്പൊ സുധീഷ് പറയുകയാണ് അതെ, നിങ്ങൾ പുറത്തു നിന്ന് രഹസ്യമായി സംസാരിക്കുകയല്ലായിരുന്നു, ഞാൻ ഒളിങ്ങിയെന്ന് കേട്ടതല്ലേ. എടാ ഞാൻ ഇവിടെ അടുത്ത് കിടക്കുകയല്ലേ, ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ ഞാൻ കേക്കില്ലേ, ഞാൻ ചുമ്മാതെ കണ്ണടച്ച് കിടക്കുകയായിരുന്നു. സുഭാഷ് ഏട്ടൻ എന്റെ മുഖത്ത് ടോർച്ച് അടിച്ചു നോക്കി ഉറങ്ങിയോന്ന് കൺഫേം ചെയ്തിട്ട് ഇവരെ വിളിച്ചുണർത്തി സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി എന്നെ കുറിച്ചാ സംസാരിക്കാൻ പോകുന്നതെന്ന്, പക്ഷെ എനിക്ക് വേണ്ടി സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സുഭാഷ് ചോദിക്കണ്ട ഞാൻ ഇവരോട് സംസാരിച്ചതൊക്കെ നീ കേട്ടല്ലോ, നീ തന്നെ പറ ഞാൻ എടുത്ത തീരുമാനം കറക്റ്റ് അല്ലേ. അപ്പൊ സുധീഷ് പറയണ കറക്റ്റാ സുഭാഷ് ഏട്ടാ, വളരെ നല്ലൊരു തീരുമാനമാണ്, കേട്ടില്ലേടാന്ന് സുഭാഷ് പറയുമ്പോൾ ഹരീഷ് പറയണ സുഭാഷ് ഏട്ടാ സുധീഷ് ഏട്ടൻ കളിയാക്കിയതാ, നീ കളിയാക്കിയതാണോടാന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് ചോദിക്കണ സുഭാഷ് ഏട്ടൻ പിന്നെ എന്താ വിചാരിച്ചേ, അവൾ ഈ വീട്ടിൽ താമസിക്കുന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയാ, എന്റെ കൂടെ ഈ വീട്ടിൽ തനിച്ച് താമസിക്കണമെന്ന് പറഞ്ഞാൽ അവൾ ഇവിടെ താമസിക്കുവോ. എന്നെ പുറത്താക്കിയിട്ട് നിങ്ങൾ എല്ലാവരും ഈ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഓക്കെ എന്ന് പറയാവള്, ഞാനും അവളും മാത്രമേ ഈ വീട്ടിൽ താമസിക്കും, നിങ്ങൾ എല്ലാവരും ഈ വീടിന് പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അവള് സമ്മതിക്കില്ല, നിങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളെ തനിച്ചാക്കി ഇവിടുന്ന് പോയാൽ അവരില്ലാത്ത വീട്ടിൽ ഞാൻ താമസിക്കില്ല എന്ന് പറഞ്ഞ് അവൾ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് പോകും, പിന്നെ ഞാൻ തനിച്ച് ഇവിടെ കഴിയേണ്ടി വരും. അപ്പൊ സുഭാഷ് പറയടാ എടാ ഞാൻ നിധിയെ പറഞ്ഞ് മനസ്സിലാക്കാം, ഇത്രയൊക്കെ നടന്നില്ലേ നിധിയോട് പറഞ്ഞാൽ മനസ്സിലാകും. അപ്പൊ സുധീഷ് പറയണ നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞാൽ നിധിയും നിങ്ങളുടെ കൂടെ വരും, പിന്നെ ഞാൻ തനിച്ച് ഇവിടെ ഇരിക്കേണ്ടി വരും, ഇതൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. ഇത് കേട്ട് നികേഷ് പറയണ സുഭാഷ് ഏട്ടാ സുധീഷ് ഏട്ടൻ പറഞ്ഞതിനും കാര്യമുണ്ട്, ഏട്ടത്തി അങ്ങനെ പറയാനുള്ള സാധ്യതയുണ്ട്. ഇത് കേട്ട് സുഭാഷ് പറയണ ഞാൻ നിധിയെ പറഞ്ഞ് മനസ്സിലാക്കാം, അത് എന്റെ ഉത്തരവാദിത്തമാ. ഹരീഷ് നികേഷ് നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ, നിങ്ങൾക്ക് ഓക്കെ അല്ലേ, സമ്മതമാണോന്ന്. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല സമ്മതമാണെന്ന് ഹരീഷും നികേഷും പറയുകയാണ്. അപ്പൊ സുധീഷ് പറയുന്നു സുഭാഷ് ഏട്ടാ ഇതൊന്നും നടക്കില്ല, നടക്കാത്ത കഥയാ ഉറങ്ങുന്നവരെ പിടിച്ചുണർത്തിയിട്ട് പറയുന്നത്. അപ്പൊ സുഭാഷ് പറയുന്നു നിധിയോട് പറഞ്ഞ് സമ്മതിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാ, നിങ്ങൾ എല്ലാവരും ഇത് അംഗീകരിച്ചേ പറ്റൂ. അപ്പൊ സുധീഷ് പറയണ സുഭാഷ് ഏട്ടാ ഈ തീരുമാനത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഞാനും അവളും മാത്രം ഈ വീട്ടില്, നിങ്ങൾ എല്ലാവരും ഈ വീടിന് പുറത്തു പോകും. ഇതൊക്കെ കേൾക്കാൻ സുഖമുള്ള കാര്യമാണ്, പക്ഷെ ഇതൊന്നും നടക്കില്ല, മനസ്സിലാക്കിക്കോ സുഭാഷ് ഏട്ടാ. അപ്പൊ സുഭാഷ് പറയണ എടാ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ. ഇത് കേട്ട് സുധീഷ് പറയണ എങ്കിൽ പോയി സംസാരിക്ക്, നിങ്ങൾക്കൊക്കെ നല്ലത് കിട്ടിയാലേ ശരിയാകും, ഇനി രഹസ്യം
രഹസ്യം സംസാരിക്കാനുണ്ടെങ്കിൽ പുറത്തു പോയി സംസാരിക്കണം. ഞാൻ ഉറങ്ങട്ടെ. അടുത്തിരുന്ന് സംസാരിച്ചിട്ട് നീ കേട്ടായിരുന്നോ? അങ്ങനെ സുധീഷ് കണ്ണടച്ച് കിടക്കുമ്പോൾ അരികിലേക്ക് കിടക്കുകയാണ് എല്ലാവരും. സുഭാഷും നികേഷും ഹരീഷും ഉറങ്ങാതെ കിടക്കുന്നു. തുടർന്ന് രാവിലെ ഹാളിലിരിക്കുന്ന സുഭാഷിനോട് നികേഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ, ഏട്ടത്തിയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണോ? അപ്പൊ സുഭാഷ് പറയണ, അതെ, സംസാരിക്കാൻ പോകുക. നിങ്ങൾ വിഷമിച്ചിരിക്കരുത്, പിന്നെ നിധിക്ക് ഒരു തീരുമാനം എടുക്കാൻ വിഷമായിരിക്കും. സുധീഷ് മനസ്സിൽ പറയുകയാണ്, മുഖം നന്നായിട്ടിരുന്ന അവള് എന്റെ കൂടെ ഇവിടെ കഴിയുന്ന വിചാരം. എന്നെ നാണം കെടുത്താൻ വേണ്ടി ഓരോന്ന് പറയാനിരിക്കുക, ദ്രോഹി. അങ്ങനെ സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, ഇത് ശരിയാകില്ല, അവള് സമ്മതിക്കില്ല, പറയുന്നത് കേക്ക്. അപ്പൊ സുഭാഷ് പറയുന്നു, എടാ സുധീഷ്, ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞില്ലേ, ഞാൻ നിധിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. തുടർന്ന് റൂമിന്റെ പുറത്തേക്ക് വന്ന നിധി സംശയത്തോടുകൂടി എല്ലാവരെയും ശ്രദ്ധിക്കുകയാണ്. എന്തുപറ്റി? എന്താ എല്ലാവരുടെയും മുഖം വല്ലാതെ ഇരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ സുഭാഷ് പറയണ, പ്രശ്നമൊന്നുമില്ല മോളെ, മോളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. മോൾ ഇരിക്ക്. സാരമില്ല, ഞാൻ ഇവിടെ നിന്നോളാം സുഭാഷ് ഏട്ടാന്ന് നിധി പറയുമ്പോൾ സുഭാഷ് ചോദിക്കണ, ചായ എടുക്കട്ടെ? അപ്പൊ നിധി പറയുന്നു, സുഭാഷ് ഏട്ടൻ രാവിലെ ചായ തന്നായിരുന്നു. അപ്പൊ സുഭാഷ് പറയണ, ചായ തന്നായിരുന്നോ? എനിക്ക് കഴിക്കാൻ എടുക്കട്ടെ? ഇത് കേട്ട് നിധി ചോദിക്കണേ, സുഭാഷ് ഏട്ടൻ എന്തി പറയുന്നത്? നമ്മൾ കുറച്ചു മുമ്പേ അല്ലേ കഴിച്ചത്? എന്തു പറ്റി സുഭാഷ് ഏട്ടാ? അപ്പൊ സുഭാഷ് പറയണ, ഇന്നലെ നടന്ന പ്രശ്നം മനസ്സിൽ നിന്ന് പോകുന്നില്ല, രാത്രി ഉറങ്ങാനേ പറ്റിയില്ല. ഇത് കേട്ട് നിധി ചോദിക്കണ, അത് കഴിഞ്ഞില്ല സുഭാഷ് ഏട്ടാ, എന്തിനാ പിന്നെയും അതിനെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ ആകുന്നേ? അപ്പൊ സുഭാഷ് പറയണ, അതല്ല മോളെ, നമ്മളെല്ലാവരും ഈ വീട്ടിൽ എങ്ങനെയാ കഴിയുന്നതെന്ന് നമുക്കറിയാം, പക്ഷെ നാട്ടുകാർക്ക് അത് അറിയണമെന്ന് ആവശ്യമില്ലല്ലോ. നമ്മളെ കുറിച്ച് നാട്ടുകാർ പറയുന്നതൊക്കെ നമുക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. നടന്നതെല്ലാം മനസ്സിൽ വെച്ച് ഞാൻ ഒരു തീരുമാനം എടുത്തു. എന്താ സുഭാഷ് ഏട്ടാ ഇത്ര സീരിയസ് ആയി സംസാരിക്കുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ, ഇന്നലെ പ്രശ്നം അവസാനിച്ചുവെങ്കിലും വീണ്ടും എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്ത് ചെയ്യും? നിധി പറയണ, ഫേസ് ചെയ്യണം. അപ്പൊ സുഭാഷ് പറയണ, മോൾ എന്തിനാ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഇതെല്ലാം തടയാനായി ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നിധി ചോദിക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണെന്ന് അറിയാമോ? നികേഷ് പറയുന്നു, അറിയാട്ടത്തെ, രാത്രി ഞങ്ങളോട് ഡിസ്കസ് ചെയ്തതിനു ശേഷം സുഭാഷ് ഏട്ടൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ. ഇത് കേട്ട് സുധീഷ് പറയുന്നു, നിധി, ഡിസ്കഷൻ ഒന്നും അല്ലായിരുന്നു, സുഭാഷ് ഏട്ടൻ പറഞ്ഞു, ഞങ്ങൾ കേട്ടു, അത്രേ ഉള്ളൂ. ഈ തീരുമാനവുമായി എനിക്കൊരു ബന്ധമില്ല. അതെന്ത് തീരുമാനമാണെന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ, മോളെ നിധി, ഞങ്ങൾ ഈ വീട്ടിൽ നിന്നും മാറി താമസിക്കാൻ തീരുമാനിച്ചു. നിധി ചോദിക്കുന്നു, എവിടേക്ക്? ഇത് നിങ്ങളുടെ വീടല്ലേ? അപ്പൊ സുഭാഷ് പറയണ, എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞങ്ങള് മാത്രമാ, മോൾ ഈ വീട്ടിൽ തന്നെ കാണും. നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ എന്തേ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത് നിങ്ങളുടെ വീടല്ലേ, നിങ്ങളുടെ വീട് വിട്ട് നിങ്ങൾ എങ്ങോട്ട് പോകാനാ? അപ്പൊ സുഭാഷ് പറയുന്നു, മോളെ, മോളും സുധീഷും മാത്രം ഈ വീട്ടിൽ താമസിക്കുക, ഞാനും നികേഷും ഹരീഷും അച്ഛനും കൂടി ഈ വീട്ടിൽ നിന്നും മാറി താമസിക്കാം. ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു വാടക വീട്ടിലേക്ക് മാറാം. നാളെ നീ റോഡിലൂടെ നടന്നു പോകുമ്പോൾ നിന്നെ കണ്ട് ആരും ഒന്നും പറയാൻ പാടില്ല. അതിനുവേണ്ടിയാ ഞാനും നികേഷും ഹരീഷും അച്ഛനും കൂടാണ് മാറി താമസിക്കുന്നത്. മോളും സുധീഷും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നിയേ? ഈ വീട്ടില് നല്ല ഉത്തരവാദിത്തമുള്ള ആൾ സുഭാഷ് ഏട്ടനാണെന്നാ ഞാൻ വിചാരിച്ചത്. സുഭാഷ് ഏട്ടൻ ഇങ്ങനെ ചിന്തിക്കാമോ? ഏതോ ഒരുത്തൻ എന്തോ പറയുന്നു കരുതി നിങ്ങൾ വീട് വിട്ട് പോവുകയാണെന്ന് പറയുന്നു. നാളെ വേറെ ഒരുത്തൻ എന്തെങ്കിലും പറയും, ഉടനെ അത് കേട്ട് മറ്റെന്തെങ്കിലും തീരുമാനം എടുക്കും. ഇതിനാണോ രാത്രി മുഴുവൻ ആലോചിച്ച് ഈ തീരുമാനം എടുത്തത്? ഇത് നടക്കില്ല. ഇത് കേട്ട് എല്ലാവരും മുഖത്തോട് മുഖം നോക്കുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്